നമസ്കാരം. ഈസി ടെക്നോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത് Kdenliveന്റെ പുതിയ ആപ്പ് ഇമേജ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. പുതിയ ആപ്പ് ഇമേജ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, അതെങ്ങനെ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് മെനു ലിസ്റ്റിൽ ഉൾപ്പെടുത്താം എന്നാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. ആദ്യമായിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അഡ്രസ് ബാറിൽ Kdenlive എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ Kdenliveന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാം. അതിൻ്റെ തൊട്ട് താഴെ ഡൗൺലോഡ് എന്ന് കാണാം. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ വരുന്ന ഒന്നാമത്തെ ഐക്കൺ ആപ്പ് ഇമേജിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. സേവ് ഫയൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്താൽ ആപ്പ് ഇമേജ് നമ്മുടെ സിസ്റ്റത്തിൽ ഡൗൺലോഡായി വരും. അത് നേരെ ഡൗൺലോഡായി വരുന്നത് ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിലാണ്. ഡൗൺലോഡ്സ് എന്ന ഫോൾഡറിൽ പോയാൽ നമുക്ക് ഇങ്ങനെ ഒരു ഐക്കൺ കാണാം. Kdenlive 21.08 കാണാം. ഇതിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് Kdenlive ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ Kdenlive ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് മെനു ലിസ്റ്റ് ഉൾപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ആപ്പ് ഇമേജിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചില സമയത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നതായിട്ട് കാണാം. ഇങ്ങനെ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് ക്ലോസ് ചെയ്തിട്ട് ആപ്പ് ഇമേജിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. തൊട്ട് താഴെ പ്രോപ്പർട്ടീസിൽ പോകുന്നു. ഇവിടെ പെർമിഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴെ എക്സിക്യൂട്ട് എന്നതിൽ എലോ എക്സിക്യൂട്ടീവ് ഫയൽ ആസ് പ്രോഗ്രാം എന്നതിൽ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഇത് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇനി ഇത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ Kdenlive ഓപ്പണായി വരുന്നതാണ്. ഇനി ഇതെങ്ങനെ ആപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ട് മെനു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ എന്നതിൻ്റെ മുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് മെനൂസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സൗണ്ട് ആൻഡ് വീഡിയോയിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് സൗണ്ട് ആൻഡ് വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ന്യൂ ഐറ്റത്തിലേക്ക് പോകുന്നു. സൗണ്ട് ആൻഡ് വീഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഐറ്റം എന്നതിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു നെയിം കൊടുക്കുന്നു. നമ്മൾ Kdenlive എന്ന് തന്നെ ടൈപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ആപ്പ് ഇമേജ് എവിടെയാണോ ഉള്ളത് ആ പാത്ത് നമ്മളിവിടെ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ബ്രൗസിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ആപ്പ് ഇമേജ് ഉള്ളത് ഡൗൺലോഡ്സിലാണ്. അതുകൊണ്ട് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിത് സെർച്ച് ചെയ്യാം. താഴോട്ടേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്താൽ ആപ്പ് ഇമേജ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണാം Kdenlive 21.08 കാണാം. അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ മെനു ലിസ്റ്റിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് Kdenlive ഇൻസ്റ്റാൾ ആയി വന്നതായിട്ട് കാണാം. Kdenliveന്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സ്ഥാനം ക്രമീകരിക്കാം. ഇവിടെ മൂവ് അപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇത് മുകളിലോട്ടേക്ക് നമ്മൾ കൊണ്ടുവെക്കുകയാണ്. Kdenlive ക്ലിക്ക് ചെയ്യുന്നു. മൂവ് അപ്പ് കൊടുക്കുന്നു. ഇതിങ്ങനെ മൂവ് അപ്പ് കൊടുത്തുകൊണ്ട് ഇപ്പോഴുള്ള Kdenliveന്റെ തൊട്ട് താഴ്ഭാഗത്തോ മുകൾ ഭാഗത്തോ ആയിട്ട് ഇതിവിടെ നമുക്ക് കൊണ്ടുവെക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ Kdenliveൽ പോയാൽ ഇപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്ത Kdenlive കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്യാം. Kdenliveന്റെ ആപ്പ് ഇമേജ് ഡൗൺലോഡ്സിൽ നിന്നും നമ്മൾ ആപ്ലിക്കേഷൻ ലിസ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, നമ്മൾ എപ്പോഴെങ്കിലും അബദ്ധവശാൽ ഡൗൺലോഡ്സിൽ നിന്നും ഈ ആപ്പ് ഇമേജ് ഡിലറ്റ് ആക്കിയാൽ അല്ലെങ്കിൽ ഡിലറ്റായി പോയാൽ Kdenlive വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിനൊരു സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇവിടെ ഈ ആപ്പ് ഇമേജിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഫയൽ സിസ്റ്റത്തിൽ പോകുന്നു. ബിൻ ഫോൾഡറിലോ അല്ലെങ്കിൽ യൂസർ ബിന്നിലോ നമ്മൾ പോകുന്നു. ഇവിടെ യൂസർ ബിന്നിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് നാം ചെയ്യേണ്ടത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കുന്നു.
ഇവിടെ സിസ്റ്റത്തിൻ്റെ ഒരു പാസ്വേഡ് കൊടുത്തിട്ട് ഓതൻറ്റിക്കേറ്റ് കൊടുക്കുന്നു. ഓതൻറ്റിക്കേറ്റ് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ Kdenlive ആപ്പ് ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്. ഈ പാത്ത് നമ്മൾ കറക്റ്റായിട്ട് ഓർമ്മ ഉണ്ടാവേണ്ടതുണ്ട്. ഫയൽ സിസ്റ്റത്തിലാണ് പോയത്. അതിനുശേഷം യൂസർ ബിന്നിലേക്കാണ് പോയത്. ഫയൽ സിസ്റ്റം, യൂസർ ബിന്നിൽ NN എന്ന ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇവിടെയാണ് ഞാൻ ചെയ്തത്. ഈ പാത്ത് നമുക്ക് ഓർമ്മയുണ്ടാവേണ്ടതാണ്. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ നേരെ അപ്ലിക്കേഷൻ ലിസ്റ്റിൽ പോയിട്ട് എഡിറ്റ് മെനുവിൽ പോകുന്നു. എഡിറ്റ് മെനു നമ്മൾ ചെയ്തത് അപ്ലിക്കേഷനിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എഡിറ്റ് മെനു നമുക്ക് ലഭിക്കും. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സൗണ്ട് ആൻഡ് വീഡിയോ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ന്യൂ ഐറ്റം എടുക്കുന്നു. ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ Kdenlive എന്ന് ടൈപ്പ് ചെയ്യുന്നു. ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ആപ്പ് ഇമേജ് ഉള്ളത് ഫയൽ സിസ്റ്റത്തിലാണ്. ഇവിടെ യൂസർ ബിന്നിലാണുള്ളത്. യൂസർ ബിന്നിൽ NN എന്ന ഫോൾഡറിലാണുള്ളത്. ഇവിടെ Kdenlive ഉണ്ട്. ഇനി ഇവിടെ നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ കൊടുത്താൽ നേരത്തെ ചെയ്തതുപോലെ മെനു ലിസ്റ്റിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.